നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 987th day. Today 31st sloka of Pradhamaskandam, 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 987 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. സരാജപുത്രോ വവൃത ആശു ശുക്ല ഇവോഢുഭ ആപൂര്യമാണ പിതൃഭി കാഷ്ഠാഭിരിവ സോന്നഹം. ഓം തത്സത്. സരാജപുത്രോ വവൃത ആശു ശുക്ല ഇവോഢുഭ ആപൂര്യമാണ പിതൃഭി കാഷ്ഠാഭിരിവ സോന്നഹം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സ രാജപുത്ര വവൃത ആശു ശുക്ല ഇവ ഉടുപ ആപൂര്യമാണ പിതൃഭി കാഷ്ഠാഭി ഇവ സോ അന്വഹം. ഇങ്ങനെയാണ് സ അന്വഹം. അതായത് സ രാജപുത്രോ, ആ രാജപുത്രൻ, വവൃത വർദ്ധിച്ചുകൊണ്ടിരിക്കും, വർദ്ധിച്ചു. ആശു വേഗത്തിൽ വർദ്ധിച്ചു. ശുക്ലപക്ഷം, അതായത് ശുക്ലപക്ഷത്തിൽ, ചന്ദ്രൻ്റെ ശുക്ലപക്ഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉടുപ ചന്ദ്രൻ, ഇവ എന്ന പോലെ, അതായത് ആപൂര്യമാണ് നിറയപ്പെടുന്നവനായിട്ട്. പിതൃക്കളെ പോലെ, പിതാക്കന്മാരാലും. കാഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത്, കാഷ്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കലയാണ്. കാഷ്ഠാഭി എല്ലാ കലകളും, 64 കലകളും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും അർത്ഥം കാഷ്ഠാഭി ഇവ, കാഷ്ഠാഭികളെ പോലെ. സോ അന്വഹം, സ എന്നാണ് അവിടെ പറയുന്നത്. സ അന്വഹം. അന്വഹം എന്ന് പറഞ്ഞാൽ ദിവസം തോറും. സ അന്വഹം, സ രാജപുത്രൻ്റെ കൂടെയാണ് ചേർക്ക്. സ അന്വഹം, ദിവസം തോറും. അതായത് ഈ രാജപുത്രൻ, ഈ കുട്ടി, ഇപ്പോൾ ജനിച്ചിട്ടുള്ള ഈ പുത്രൻ, രാജപുത്രൻ ശുക്ലപക്ഷത്തിൽ ദിവസം തോറും വർദ്ധിക്കുന്ന ചന്ദ്രനെ പോലെ 64 കലകളാലും പിതൃക്കളുടെ ചെയ്യുന്ന തൃപ്തികരമായ പരിപാലനത്താലും ദിവസം പ്രതി വളരെ വേഗം വർദ്ധിക്കും. ഇവൻ നന്നായി വരും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. വീണ്ടും വീണ്ടും അഭിവൃദ്ധിയെ പ്രാപിക്കും. പരീക്ഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. വിഷ്ണുരാധൻ എന്ന് പറഞ്ഞ ഈ കുട്ടി കാണുന്നതൊക്കെ ഭഗവാനാണോ എന്ന് പരീക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവന് പരീക്ഷിത്ത് എന്ന പേരും ലഭിക്കും എന്നൊക്കെ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് പരീക്ഷത്തിനെ പ്രസിദ്ധിയും ഗുണങ്ങളും വർണ്ണിക്കുകയായിരുന്നു. ഇപ്പോൾ പറയുകയാണ് ഈ ശ്ലോകത്തിൽ, ഈ കുട്ടി, ഈ രാജപുത്രൻ ശുക്ലപക്ഷത്തിൽ എപ്രകാരമാണ് ചന്ദ്രൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, അപ്രകാരം ഇവൻ്റെ കീർത്തിയും 64 കലകളാലും പിന്നീട് തൻ്റെ പിതാമഹന്മാർ ചെയ്യുന്ന അഭിവൃദ്ധി പ്രവൃത്തിയാലും ഒക്കെ ഇവൻ വൃദ്ധി പ്രാപിക്കും. ദിവസം തോറും ഇവൻ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കും.
ഇവൻ്റെ അഭിവൃദ്ധി വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുകയാണ്. എല്ലാം നന്മ നിറഞ്ഞ വാക്കുകളാണ് പറയുന്നത്. അവനക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകും, അഭിവൃദ്ധിയെ പ്രാപിക്കും. ദിവസം തോറും ചന്ദ്രനെ പോലെ ഇവൻ്റെ അഭിവൃദ്ധി കൂടിക്കൂടി വരും. ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ അഭിവൃദ്ധി കൂടിക്കൂടി വരും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സ രാജപുത്രോവവൃത ആശുശുക്ല ഇവോടുഭ ആപൂര്യമാണ പിതൃഭി കാഷ്ടാഭിരിവസോന്നഹം. ഓം തസ്സത്. 64 കലകളും കാഷ്ടാഭിരിവ എല്ലാവിധ കലകളാലും ഇവൻ ശോഭിക്കും എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.